ലൈം ലൈറ്റ് എന്ന ഷോയിൽ നമ്മളോടൊപ്പം ഉള്ളത് ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലസ്സിയാണ്. നീണ്ട 16 വർഷക്കാലം ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളത്തിൽ മാത്രമല്ല ലോകത്തിൽ പോലും ആരും ഇങ്ങനെ തപസ്സിരുന്നിട്ടുണ്ടാവില്ല. താങ്കൾ മലയാള സിനിമയിലെ മിസ്റ്റർ പെർഫെക്ഷൻ എന്ന വിളിപ്പേരുള്ള ചുരുക്കം ചില സംവിധായകരിൽ ഒരാളാണ്. ഇത്രയും പെർഫെക്റ്റായ ഒരു ദൃശ്യവിസ്മയം ഞങ്ങൾക്ക് സമ്മാനിക്കുമ്പോൾ താങ്കൾ നേരിട്ട ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ ഒരു പ്രൊഡക്ഷനാണ് ഈ ആടുജീവിതം സിനിമയുടെ. ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ ഒരു അവസാനം റിലീസ് ചെയ്യുന്ന ദിവസങ്ങൾ വരെയും ഇതിനെ നമ്മൾ ഫേസ് ചെയ്യും. പോകെ പോകെ നമുക്ക് ഈ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ ഇത് നമ്മുടെ ഒരു കൂടപ്പിറപ്പാണ് എന്ന് തോന്നുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ അതിനെ ഫേസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. كل الناس اشترت مكاين وانت نفس ما انت ما تتغير لو على هذا الحال لو شهر ما بنخلص. അപ്പം തന്നെ 2015-16 കാലയളവിലാണ് ഞാനിതിൻ്റെ സ്ക്രീൻ പ്ലേ പൂർത്തിയാകുന്നത്. അപ്പം പൂർത്തിയായ ഒരു സ്ക്രീൻ പ്ലേയിൽ നിന്ന് വീണ്ടും അതിൻ്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നു, അതിൻ്റെ കാസ്റ്റിംഗ് ഉണ്ടാകുന്നു. അപ്പം നമുക്ക് അറിയാം ഇതിൻ്റെ അകത്തെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ 2 അറബ് ആർട്ടിസ്റ്റുകൾ, പിന്നീട് ഒരു സൊമാലിയൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഹോളിവുഡ് ആക്ടർ, ഇവർ ഇങ്ങനെ വിവിധ തരത്തിൽ ഇതിൻ്റെ സൈനുവിൻ്റെ ക്യാരക്ടർ. ഇപ്പം ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് തന്നെ ഒരു വലിയ പ്രോസസ്സ് ആയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒപ്പം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോസസ്സാണ്. ഇനി കാണുവാൻ മരുഭൂമി എനിക്ക് തോന്നുന്നു ഈ അമേരിക്കയിലെ ഏതെങ്കിലും ആമസോൺ അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഉള്ള ആഫ്രിക്കൻ കൺട്രിയിലെ ഏറ്റവും മേജർ മൊറോക്കോ മുതൽ ഇങ്ങോട്ട് ടുണീഷ്യ, അൾജീരിയ, ഈജിപ്റ്റ്, ഗൾഫ് കൺട്രികളിലെ ഒമാൻ, കുവൈറ്റ്, സൗദി, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുകയൊക്കെയുണ്ട്. അപ്പം ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളരെ സാധാരണ ഒരു സിനിമ പോലെ എളുപ്പമായിട്ടുള്ള കാര്യമായിരുന്നില്ല. ഓരോ ഘട്ടങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ സമയം ആവശ്യമായിരുന്നു. ഓരോ ദിവസവും പുതുമയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള താല്പര്യം ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടല്ല ഒരു ദിവസവും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും. പക്ഷേ നമുക്ക് ആടുജീവിതം എന്ന് പറയുന്നൊരു സിനിമ ചെയ്യുക എന്നുള്ള ഒരു അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യം തന്നെയായിരുന്നു ഇത്രയും കാലം മുന്നോട്ട് നയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ നമുക്ക് ബോറടിക്കുന്ന പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന പോലെയോ ഒന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇനിയും സമയം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനിയും ഇതിൻ്റെ ചില പുതിയ വേർഷൻസ് അല്ലെങ്കിൽ പുതിയ കറക്ഷൻസ്, സൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ളതിൽ എന്തൊക്കെ ചിലപ്പം അതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, പൂർണ്ണതയിലേക്ക് എത്തിയെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഒന്നും എത്തില്ലെന്നുള്ളതാണ്. കാരണം മനസ്സിങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കും പുതിയതിനെ സൃഷ്ടിച്ചെടുക്കാനായിട്ട്. ഒരു സിനിമ പെർഫെക്റ്റായി അല്ലെങ്കിൽ പൂർണ്ണമായി സമ്പൂർണ്ണമായി എന്ന് പറയുന്നത് അത് ഒരു ടീമിൻ്റെ ഒരു വലിയ വിജയമാണ്. അത് എന്നോടൊപ്പം ഈ സിനിമയിൽ സഹകരിച്ച ചെറുതു മുതൽ വലിയ നിലയിലുള്ള ആൾക്കാർ വരെയുള്ള അവരുടെ ജോലി ഏറ്റവും ആസ്വദിച്ച് പൂർണ്ണമായി ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് പ്രേക്ഷകരിൽ നിന്ന് അത്തരമൊരു കമൻറ്റ് ലഭിക്കുന്നത്. അതിന് എൻ്റെ ക്രെഡിറ്റ്സ് എല്ലാവർക്കും ഉള്ളതാണ്. അത് എനിക്ക് മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത, ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ളതാണ് ക്രെഡിറ്റ്സ് ഉള്ളത്. അപ്പം അത് അത്തരം കമൻസുകൾ കേൾക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗോഡ് ലൈഫ് ടീമിനെ സംബന്ധിച്ചിടത്തോളം, വിഷ്വൽ റൊമാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉളവാക്കുന്നതാണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകരിൽ ഒരാൾ, വർഷങ്ങളായി മലയാളികളുടെ മനസ്സിൽ പതിയിരിക്കുന്ന ആ സംവിധായകൻ ബ്ലസ്സി ആടുജീവിതത്തിലൂടെ മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തന്മാത്രയും കാഴ്ചയും അടക്കമുള്ള എണ്ണം പറഞ്ഞ സിനിമകളുടെ സംവിധായകനായ ബ്ലസ്സിക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും മലയാളത്തിന് നല്ല നല്ല ചലച്ചിത്രങ്ങൾ സമ്മാനിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.
ആടുജീവിതം ദി ഗോഡ് ലൈഫ് ഫിലിമിന് വേണ്ടി ഒരു പ്രത്യേകമായ ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കുവാനായി മുന്നോട്ട് വന്ന റേഡിയോ ലൈവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായി ഇത്തരത്തിൽ ഇതിനെ ക്രമീകരിച്ച ലിൻ സയനാടിനോടുള്ള സ്നേഹവും അറിയിക്കുന്നു. വളരെ സ്നേഹപൂർവ്വം ബ്ലെസ്സി. Radio Lime, freshness in വേറെ level.